കൊച്ചിയിൽ 10 വയസ്സുകാരി വൈകിയെ കൊലപ്പെടുത്തിയ കേസിൽ കുട്ടിയുടെ അച്ഛൻ സനു മോഹൻ കുറ്റക്കാരനെന്ന് കോടതി. എല്ലാ കുറ്റങ്ങളും നിലനിൽക്കുമെന്നും എറണാകുളം പ്രത്യേക കോടതി വിധിച്ചു. ശിക്ഷ ഉച്ചയ്ക്ക് 2:30 പ്രഖ്യാപിക്കും. കൊലക്കുറ്റം തന്നെ നൽകണമെന്ന് പ്രോസിക്യൂഷൻ വാദിച്ചു. ഡാനി ഇപ്പോൾ വിവരങ്ങൾ പങ്കുവെക്കും. ഡാനി, പ്രോസിക്യൂഷൻ ഹാജരാക്കിയ എല്ലാ തെളിവുകളും കോടതി അംഗീകരിക്കുന്നു. എല്ലാ കുറ്റങ്ങളും ആ തരത്തിലുണ്ട് എന്ന് കോടതി വ്യാഖ്യാനിക്കുന്നുമുണ്ട്. ശിക്ഷ 2:30 മണിക്കാണ്. മറ്റെന്തെങ്കിലും പ്രത്യേകതകളുണ്ടോ ഈ വിധിന്യായത്തിൽ? രഞ്ജിത്ത്, പരമാവധി ശിക്ഷ നൽകണമെന്നാണ് പ്രോസിക്യൂഷൻ ആവശ്യപ്പെട്ടിരിക്കുന്നത്. ഇത് അപൂർവങ്ങളിൽ അപൂർവമായ കേസായി പരിഗണിക്കണമെന്ന് പ്രോസിക്യൂഷൻ ആവശ്യപ്പെട്ടു. കോടതി അത്തരം ചോദ്യങ്ങളിൽ ചില സന്ദേഹങ്ങൾ ഉന്നയിച്ചെങ്കിലും കൂടിയും ഈ കേസിന്റെ എല്ലാ കുറ്റങ്ങളും നിലനിൽക്കുമെന്ന് തന്നെ കോടതി പറയുകയും ചെയ്തു. കാരണം കൊലക്കുറ്റവും അതോടൊപ്പം തന്നെ തെളിവ് നശിപ്പിക്കുക, കുട്ടിക്ക് മദ്യം നൽകുക, കൊലപ്പെടുത്തണമെന്ന ഉദ്ദേശത്തോടുകൂടി മദ്യം നൽകുക, അതോടൊപ്പം തന്നെയാണ് ജുവനൈൽ ജസ്റ്റിസ് ആക്ട് പ്രകാരമുള്ള 75, 77 വകുപ്പുകൾ, ഇതെല്ലാം തന്നെ നിലനിൽക്കും. അതുകൊണ്ട് പ്രതി കുറ്റം ചെയ്തിരിക്കുന്നുവെന്ന കോടതിക്ക് ബോധ്യം വന്നിരിക്കുന്നു എന്ന കോടതി പറയുകയും ചെയ്തു. തുടർന്നാണ് ഇത് സംബന്ധിച്ച വിശദമായ വാദങ്ങൾ വേറെ എന്തെങ്കിലും ബോധിപ്പിക്കാനുണ്ടോ എന്ന രീതിയിൽ കോടതി ചോദിക്കുകയും പിന്നീട് വാദങ്ങൾ നടക്കുകയും ചെയ്തത്. എന്തായാലും പരമാവധി ശിക്ഷ നൽകുക, പ്രതിക്ക് പരമാവധി ശിക്ഷ തന്നെ നൽകണമെന്ന് തന്നെയാണ് കോടതിയിൽ പ്രോസിക്യൂഷൻ ആവശ്യപ്പെട്ടത്. പ്രത്യേകിച്ച് ഇയാളുടെ ഒരു മാനറിസങ്ങൾ, സ്വഭാവങ്ങൾ, ഒരു സൈക്കോപാത്ത് എന്ന രീതിയിൽ തന്നെയാണ് ഇയാൾ ഈ കഴിഞ്ഞ കാലം അത്രയും തന്നെയും ഇടപെടലുകളെല്ലാം തന്നെയും ഉണ്ടായത്. അത് തന്നെയാണ് ഈ കുട്ടിയുടെ കൊലപാതകത്തിലേക്ക് എത്തി. സ്വന്തം കുഞ്ഞിനെ കൊലപ്പെടുത്തിക്കൊണ്ടുപോലും തനിക്ക് രക്ഷപ്പെടണമെന്നൊരു ഉദ്ദേശത്തോടുകൂടി ഇയാൾ പ്രവർത്തിക്കുകയും ചെയ്തു. ഇയാളുടെ സാമ്പത്തിക ബാധ്യതകളിൽ നിന്ന് രക്ഷ നേടുന്നതിന് വേണ്ടിയാണ് സ്വന്തം കുട്ടിയെ പോലും കൊലപ്പെടുത്തുന്ന രീതിയിലേക്ക് കാര്യങ്ങൾ എത്തിച്ചേരുകയും ചെയ്തത്. അതുകൊണ്ട് തന്നെയാണ് ഇയാൾക്ക് പരമാവധി ശിക്ഷ നൽകണമെന്ന് പ്രോസിക്യൂഷൻ വാദിക്കുകയും ചെയ്തത്. 2021 നടന്ന കേസാണ്. 2021 മാർച്ച് 21 നടന്ന കേസിൽ ഇപ്പോൾ കോടതി വേഗത്തിൽ നടപടിക്രമങ്ങൾ പൂർത്തിയാക്കിക്കൊണ്ടാണ് ഇപ്പോൾ കോടതി വിധി പ്രസ്താവത്തിലേക്ക് എത്തുന്നത്. സ്വന്തം കുട്ടിയെ കൊലപ്പെടുത്തിയ ശേഷം ഒളിവിൽ പോയ സനു മോഹൻ 28 ദിവസത്തെ തെരച്ചിലിനൊടുവിലാണ് പോലീസിനെ കണ്ടെത്താൻ കഴിഞ്ഞത്. ആത്മഹത്യ ചെയ്തു എന്ന രീതിയിൽ കാര്യങ്ങൾ വരുത്തി തീർക്കാൻ ഇയാൾ ശ്രമിച്ചു. കുട്ടിയെ കൊന്ന് പിതാവും ആത്മഹത്യ ചെയ്തു എന്ന രീതിയിലേക്ക് കാര്യങ്ങൾ എത്തുമെന്നായിരുന്നു ഇയാൾ പ്രതീക്ഷിച്ചിരുന്നത്. എന്നാൽ ഇയാളുടെ കാറിന്റെ ദൃശ്യങ്ങളടക്കം CCTVയിൽ പതിഞ്ഞതാണ് കേസിൽ വളരെ നിർണായകമായത്. തുടർന്ന് നടത്തിയ അന്വേഷണങ്ങൾക്കൊടുവിലാണ് ഇയാൾ പിടിയിലാകുന്നത്. ഈ ഒളിവിൽ കഴിഞ്ഞ നാൾ അത്രയും പ്രതി മദ്യശാലയിലും അതോടൊപ്പം തന്നെ ചൂതാട്ട കേന്ദ്രങ്ങളിലും എല്ലാം തന്നെ ദിവസങ്ങൾ ചെലവഴിക്കുകയായിരുന്നു എന്ന കേസന്വേഷണത്തിൽ തെളിഞ്ഞിട്ടുണ്ട്. അങ്ങനെ പശ്ചാത്താപം ഒന്നുമില്ലാത്ത രീതിയിൽ തന്നെ കഴിഞ്ഞുപോയ ഒരാളെയാണ് കോടതിക്ക് മുന്നിലേക്ക് എത്തിയതെന്ന് പ്രോസിക്യൂഷൻ ആവർത്തിച്ച് ചൂണ്ടിക്കാണിക്കുകയും ചെയ്തു. ഈ കാര്യങ്ങൾ പരിഗണിച്ചുകൊണ്ടാണ് കോടതി വിധി പ്രസ്താവത്തിലേക്ക് അടക്കം കടക്കുന്നത്. 2:30 മണിക്ക് കോടതി ഈ കേസിൽ വിധി പറയും. ഡാനി, ഇതിൻ്റെ ഒരു പശ്ചാത്തലം ഒന്ന് പരിശോധിച്ചാൽ, നേരത്തെ ഡാനി പറയുന്നുണ്ടായിരുന്നു ഈ കുട്ടിയുടെ മാതാവിൻ്റെ കുടുംബമോ മാതാവോ ഒന്നും ഈ വിഷയത്തിൽ പ്രതികരിക്കാൻ തയ്യാറായിട്ടില്ല. ഇയാൾ സാമ്പത്തിക പ്രശ്നങ്ങൾ ഉണ്ടായിരുന്ന ഒരാളായിരുന്നു. ലക്ഷക്കണക്കിന് രൂപയുടെ കടമുണ്ടായിരുന്നു. ഇത്തരത്തിൽ ഒരു കൃത്യം നടത്തണമെങ്കിൽ അതിന് പിന്നിൽ എന്തെങ്കിലും ലക്ഷ്യങ്ങൾ ഇയാൾക്കുണ്ടായിരിക്കണം. ആത്മഹത്യ ചെയ്യണം എന്നുള്ള വിചാരം ഇയാൾക്കുണ്ടായിരുന്നു എന്നും പറയുന്നുണ്ട്. പക്ഷേ പോലീസിനെ കബളിപ്പിച്ച് 28 ദിവസത്തോളം ഒളിവിൽ കഴിഞ്ഞ ഒരു പ്രതിയാണ്. പോലീസിൻ്റെ നയപരമായ രീതികൾ കൊണ്ട് ഇയാളെ പിടിക്കുന്നു. 4-5 സംസ്ഥാനങ്ങളിൽ തെളിവുകൾ ശേഖരിക്കുന്നു. അങ്ങനെ കേരള പോലീസ് സംബന്ധിച്ചിടത്തോളം ഒരുപാട് അന്വേഷണ വഴികൾ കൂടി കടന്നു പോകേണ്ടി വന്നൊരു കേസായി മാറുന്നുണ്ട് ഇത്. തീർച്ചയായും രഞ്ജിത്ത്, കാരണം നിരവധി നാളുകൾ 28 ദിവസത്തോളം വളരെ കൃത്യമായ രീതിയിൽ തന്നെ പോലീസ് ട്രേസ് ചെയ്തു എന്നുള്ളതാണ്. ഇയാൾ എത്തുന്ന കേന്ദ്രങ്ങളെല്ലാം തന്നെ വളരെ പെട്ടെന്ന് പോലീസിന് എത്തിപ്പെടാൻ കഴിഞ്ഞു, വളരെ കൃത്യമായി ട്രാക്ക് ചെയ്യാൻ കഴിഞ്ഞു എല്ലാം തന്നെ നേട്ടമാണ്. 28 ദിവസത്തിൻ്റെ അലച്ചിലിൽ പോലീസ് ഇയാളെ കൃത്യമായി മനസ്സിലാക്കുക കൂടി ചെയ്തു എന്നാണ്. അതിനുള്ളിൽ തന്നെയും ഇയാളെക്കുറിച്ചുള്ള വിവരങ്ങൾ പൂർണ്ണമായും തന്നെ പോലീസ് ശേഖരിച്ചിരുന്നു. ഇയാൾ നേരത്തെയും ബിസിനസ് ചെയ്തിരുന്നിടത്ത് നിന്ന് കോടികളുടെ ബാധ്യതയുണ്ടാക്കി അവിടെ നിന്നാണ് ഇയാൾ രക്ഷപ്പെടുന്നത്. അവിടെ അന്ന് കേസിൽ പെടുകയും എല്ലാം തന്നെ ചെയ്തിട്ടുണ്ട്. ഒപ്പം തന്നെയാണ് ഈ കുടുംബ പശ്ചാത്തലം കൂടി പോലീസ് വളരെ ഈ കേസിന്റെ ഭാഗമായിട്ട് തന്നെ മനസ്സിലാക്കുന്നു. ഈ ഭാര്യ അവരുടെ വീടുകളുമായിട്ട് കാര്യമായ യാതൊരു അടുപ്പവും ഇയാൾ ഉണ്ടാക്കിയിരുന്നില്ല. കാരണം ഇയാളുടെ ഒരു സ്വഭാവ വൈകൃതങ്ങൾ കൊണ്ട് തന്നെയായിരുന്നു, ഈ രീതിയിലുള്ള സ്വഭാവങ്ങൾ തന്നെയായിരുന്നു. കൃത്യമായ രീതിയിൽ കുടുംബത്തെ നോക്കാത്തൊരവസ്ഥയിലേക്ക് അടക്കം പോയിരുന്നത് കൊണ്ട് തന്നെ അവരുമായി വലിയ അടുപ്പങ്ങളൊന്നും തന്നെ പുലർത്തിയിരുന്നില്ല. ഈ കേസിന്റെ ഒരു ഘട്ടത്തിൽ പോലും അവർ മാധ്യമങ്ങൾക്ക് മുന്നിലേക്ക് പോലും അല്ലെങ്കിൽ ഏതെങ്കിലും രീതിയിലുള്ള ഒരു പ്രതികരണത്തിന് പോലും അവർ തയ്യാറായിരുന്നില്ല. അത്ര കണ്ട് ഇവർ അകന്നിരുന്നു, അവർ പരസ്പരം ഉപേക്ഷിക്കപ്പെട്ടിരുന്നു എന്ന് തന്നെയാണ്. ഈ കേസിന്റെ നാൾവഴിയിൽ ഒരിടത്ത് പോലും
പോലും അവർ മുന്നോട്ട് വരികയോ ഇതുമായി ബന്ധപ്പെട്ട ഒരു പ്രതികരണം നടത്തുകയോ ഒന്നും തന്നെ ചെയ്തിരുന്നില്ല എന്നതും ശ്രദ്ധേയം തന്നെയാണ്. എന്തായാലും ഈ കേസിൽ വളരെ നിർണായകമായ തെളിവുകൾ പലതും തന്നെ പോലീസിനെ കണ്ടെടുക്കാൻ കഴിഞ്ഞു. 75ഓളം സാക്ഷികളെ കേസുമായി ബന്ധപ്പെട്ടുകൊണ്ട് വിസ്തരിക്കുകയും 150-ലധികം തൊണ്ടിമുതലുകൾ ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് ശേഖരിക്കുകയും എല്ലാം തന്നെ ചെയ്തിരുന്നു. പലതും തന്നെയും അയാൾക്ക് എതിരെ വരുന്ന ആരും തന്നെയും കൂറുമാറിയിരുന്നില്ല, സാക്ഷികൾ ആരും തന്നെ കൂറുമാറിയിരുന്നില്ല. ഏക പ്രതിയെന്ന് ഉറപ്പിച്ചുകൊണ്ട് പോലീസിനെ മുന്നോട്ട് പോകുന്നതിനെല്ലാം തന്നെ ഇത് സഹായകരമാവുകയും ചെയ്തിട്ടുണ്ട്. ഇയാളുടെ കഴിഞ്ഞ കാല ചെയ്തികളും ഈ കുറ്റകൃത്യത്തിൻ്റെ ആക്കം കൂട്ടുന്നുണ്ട്. കാരണം സാമ്പത്തിക പ്രശ്നങ്ങളെല്ലാം തന്നെ ഇയാളെ അലട്ടിയിരുന്നു, പ്രയാസങ്ങളുണ്ടായിരുന്നു. അതിൽ നിന്ന് രക്ഷ നേടുവാൻ ഇയാൾ കണ്ടെത്തിയ ഒരു മാർഗമെന്ന രീതിയിൽ തന്നെയാണ് അത് ഉപയോഗിച്ച് ഈ കുട്ടിയുടെ കൊലപാതകം നടത്തിയത്. ബന്ധു വീട്ടിലേക്ക് എന്ന് പറഞ്ഞ് നിർബന്ധപൂർവ്വം 10 വയസ്സായി വൈകിയെ വീട്ടിൽ നിന്ന് കൂട്ടിക്കൊണ്ടു പോരുകയായിരുന്നു. ആ വഴിമധ്യ തന്നെ കുട്ടിക്ക് ശീതളപാനീയത്തിൽ മദ്യം കലർത്തി കൊടുത്തു. അത് തന്നെ കൊല ചെയ്യണമെന്ന ഉദ്ദേശത്തോടുകൂടി തന്നെയായിരുന്നു ഈ കാര്യങ്ങളെല്ലാം തന്നെ ഇയാൾ ചെയ്തുകൊണ്ടു പോകുന്നത്. അതുകൊണ്ട് ഈ കേസിൽ ഇയാൾക്ക് പരമാവധി ശിക്ഷ നൽകുക, മറ്റുള്ള സമൂഹത്തിന് മാതൃകയാകുന്ന രീതിയിൽ തന്നെ ശിക്ഷിക്കപ്പെടണം എന്ന് തന്നെയാണ് കോടതിക്ക് മുന്നിൽ പ്രോസിക്യൂഷൻ ചൂണ്ടിക്കാണിച്ചിട്ടുള്ളത്. രഞ്ജിത്ത്, ഡാനി ഇപ്പോൾ വിവരങ്ങൾ പങ്കുവച്ചു.